ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പം എന്തായാലും അതെ, അത് ഒരു വെറൈറ്റി പാർക്കാണ് കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ മാളൂട്ടി ഇന്നിപ്പോൾ സൺഡേ ആണ്. അപ്പോൾ മാളൂട്ടി ഇങ്ങനെ പുറത്ത് പോവാം എവിടെയെങ്കിലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇവളിപ്പോൾ തന്നെ എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതാ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇത് മാളൂട്ടിക്ക് ഞങ്ങൾ വേറൊരു റിസോർട്ട് പോയപ്പോൾ വാങ്ങിച്ചായിരുന്നേ. അപ്പം അതും എടുത്തിട്ടാണ് പോകുന്നത്. ഇത് അവിടെ ചെന്നിട്ട് വീർപ്പിക്കാന്ന് ഞാൻ കരുതിയത്, പക്ഷെ ഇപ്പച്ചി എന്നെ ദൂരി വീർപ്പിച്ച. ഇതാ ഉപ്പച്ചി വന്നിട്ടുണ്ട്. ഉപ്പച്ചി വന്നിട്ടുണ്ട് വയനാട്ടിൽ നിന്ന്. അപ്പൊ ഉപ്പച്ചിയും കൂടെ ഉണ്ട് പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. മാളൂട്ടി അവിടെ എത്തിയപ്പോഴേക്കും ഫുൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫ്രണ്ടിൽ അവിടെ നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു സ്ഥലം തന്നെ നല്ല ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അവിടുന്ന് തന്നെ. അപ്പോൾ കുറച്ച് വെയിലുള്ള ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം അകത്തേക്ക് കയറി എന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ പോയിട്ട് ബാക്കി ഇനി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. മാളൂട്ടീനെ ആണെങ്കിൽ ഉള്ളിൽ കയറിയപ്പോഴേക്കും കാണാണ്ടായിട്ടോ, കാരണം അവൾ ഓടുമായിരുന്നു. കുറേ മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ടൈം കിട്ടുമ്പോൾ വരാം, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണം. അപ്പോൾ അങ്ങനെ വരാമെന്ന് കരുതിയിട്ട് ഇത്രയും ഡിലേ ആയി പോയത് പിന്നീട് വരാൻ. അങ്ങനെ മാളൂട്ടി എന്തായാലും അവിടെ ചെന്നപ്പോഴേക്കും അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു ഫസ്റ്റ് കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ. അപ്പോൾ അവിടെ കയറി കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറേ പേരുണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ പാർക്കിലെ ഗെയിംസ് മാത്രമല്ലാതെ എക്സ്ട്രാ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസും അവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ തവണ ചെന്നപ്പോഴും മാജിക് ഷോ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ റോപ്പിൽ വലിയ ആൾക്കാർക്കും കയറാം കേട്ടോ. ഇത് ചെറിയ കുട്ടികളുടെ അല്ല, കുറച്ച് വലിയ കുട്ടികളുടെയാണ്. പിന്നെ നമുക്കൊക്കെ കയറാൻ പറ്റിയ റോപ്പാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മാളൂട്ടി വണ്ടിയൊക്കെ എടുത്ത് റോഡിലേക്ക് ഇറങ്ങി. കുട്ടികൾക്ക് ട്രാഫിക് റൂൾസ് ഒക്കെ പഠിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്ന പോലെ ഒരു ചെറിയ റോഡും ഒരു സ്ഥലങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ട്രാഫിക് സിഗ്നൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുട്ടികൾ പലരും അതൊന്നും നോക്കുന്നില്ല, ചിലരതൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ആളൂട്ടി വണ്ടിയൊക്കെ ഓടിച്ച് പിന്നെ അതവിടെ വെച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോഴേക്കും ഫുട്ബോൾ കണ്ടിട്ട് മൂവിക്കാക്ക് പറഞ്ഞു മൂവിക്കാക്ക് കുറച്ച് നേരം ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞിട്ട് മൂവിക്കാക്ക് ഉപ്പച്ചിയും പോയിട്ട് ബോളൊക്കെ തട്ടി നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ മാളൂട്ടി അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കാർക്ക് അത്രയും സ്പേസ് മതിയാവില്ലല്ലോ. അപ്പം ചെറിയ കുട്ടികളുടെ ആണ്, എന്നാലും വെറുതെ അവർ പോയി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തുള്ള ഫോട്ടോസ് എടുക്കാൻ അതുപോലത്തെ സ്ഥലങ്ങൾ ഇവിടെ മുഴുവനായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ പാർക്കിൽ ഇങ്ങനെ പോകാൻ വേണ്ടി കളിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടേ പോവുള്ളൂ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ ഓരോ ഏരിയാസും സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പ്രോഗ്രാംസ് ഒക്കെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ധൈര്യത്തിൽ ഒരു കുഞ്ഞു കുട്ടി വന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ മാളൂട്ടി വന്നിട്ട് അവിടെ മീനിന് തീറ്റ കൊടുക്കുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പോയി നോക്കി. അപ്പോഴേക്കും അവളെ കയ്യിൽ മീൻ വന്ന് തട്ടിയിട്ട് പിന്നെ അവൾ കൈ വെള്ളത്തിലിട്ടേ ഇല്ല കേട്ടോ. അവരത് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ മാളൂസിന് എന്തോ പേടിയായിട്ട് അവൾ പിന്നെ അതിട്ടില്ല. അങ്ങനെ പാട്ട് പാടാനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഇപ്പച്ചിയും പോയിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി കരിവളകൾ ചേർന്ന് കിലുങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സെക്ഷനിലേക്ക് പോയി. അവിടെയും ഇങ്ങനെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ജിം മെഷീൻസ് ഒക്കെ പോലെ ഒരു പാർക്ക് പോലെ തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെന്ന് വർക്കൗട്ടൊക്കെ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അതിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളവിടെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ അവിടെ പാർക്കിൽ തന്നെ കളിക്കാനൊക്കെ വിടാം. അപ്പോൾ ലേഡീസിനും വന്ന് വർക്കൗട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്, ജോഗിങ്ങിനൊക്കെ പോകാൻ പറ്റിയ അത്രയും സ്പേസ് ഒക്കെ ഉള്ള പാർക്കാണത്. അങ്ങനെ മൂബിക്കാക്ക വന്നിട്ട് ഞായറാഴ്ചയല്ലേ ജിമ്മിൽ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മാളൂട്ടി അവിടെ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയത് അവിടെ വന്നിട്ട് ജമ്പ് ചെയ്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരുടെ കൂടെ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒരു വണ്ടി ഉണ്ട് 4 പേർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റുന്ന, അതിൽ കയറിട്ടോ. നിങ്ങൾക്ക് ഫ്രണ്ടിലിരുന്ന് സുഖാലേ, ഞങ്ങള് ചവിട്ടുക. പിന്നെ ബാക്കിലിരിക്കുന്ന 2 പേരാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അവർ സൈക്കിൾ ചവിട്ടുന്ന പോലെ അതിങ്ങനെ ചവിട്ടണം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് റിലാക്സ് ചെയ്ത് ഇങ്ങനെ പോവാം. സൈക്കിൾ വേണമെങ്കിൽ സൈക്കിൾ ഉണ്ട്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഓടിക്കാൻ പറ്റിയതുണ്ട്. 2 പേര് ഒന്നിച്ചോടിക്കുന്ന സൈക്കിൾ ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പച്ചി മൂബിക്കാക്കി ഇരുന്ന് ക്യാരം ബോർഡ് കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇതിനെക്കുറിച്ച് വലിയ പിടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നില്ല കേട്ടോ. ഞാൻ പോയിട്ട് സൈക്കിൾ ഓടിക്കാമെന്ന് കരുതി, കാരണം കുറേ കാലമായി സൈക്കിൾ ഓടിച്ചിട്ട്. മാളൂട്ടിയും കുറേ ക്യാരം ബോർഡിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരുടെ കൂടെ. ഒന്നും
അറിയില്ലെങ്കിലും. ഷാനു സൈക്കിൾ ഓടിച്ച് വരുന്നുണ്ട് ഗൈസ്. കൊയങ്ങി വെയ്യ. സൈക്കിൾ ഓടിച്ചിട്ട് കുറേ ആയതുകൊണ്ട് ഫസ്റ്റ് എടുത്തപ്പോൾ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഓടിച്ചു കേട്ടോ. പിന്നെ ഇടയിൽ കൂടെ കുറേ ആളുകളൊക്കെ വരുമ്പോൾ എനിക്ക് പിന്നെയും കൺഫ്യൂഷൻ ആവും. ആ ഒരു വീഴ്ച വീണുണ്ട്, വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. ആ വീണാ കുഴപ്പമില്ല എന്നാണ് മാളൂറ്റി പറഞ്ഞത് ഗൈസ്. അതാ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞൊഞ്ഞു പോവും. അതാ ഒഴു ഇപ്പം ഇപ്പുറത്തെത്തും. അതെത്തി. ഇത് സത്യം പറഞ്ഞാൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചെറിയ പാർക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അവൾ ജസ്റ്റ് കയറി നോക്കിയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അവൾ അതിലൊക്കെ കയറുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് സ്കേറ്റിംഗ് സൈക്കിൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഓടിക്കാൻ വന്നു. പക്ഷെ അവൾക്കത് അറിയില്ല, ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് പഠിച്ചു നോക്കാമെന്നുകൊണ്ട് ഞങ്ങൾ എടുത്തതാണ്. ശ്രദ്ധിക്കണം എല്ലാവരും പോകുമ്പോൾ. ഇങ്ങോട്ട് വാ. ആ പോ. ഒരു കാലുകൊണ്ട് അങ്ങനെ 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 നേരെ നോക്കിപ്പോ. കാല് കയറ്റി വെക്കണ്ട. അങ്ങനെ തന്നെ. വെരി ഗുഡ് വെരി ഗുഡ്. കാല് നിലത്ത് വെക്ക്. നിലത്ത് വെച്ചിട്ട് പോ. സ്പീഡിലാക്ക് കാല്. യെസ് 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 യെസ്. കാലങ്ങനെ ചവിട്ടിയാൽ മതി. റെഡി 1 2 3 സ്റ്റാർട്ട്. കാലുകൊണ്ടാണ് തിരിക്കേണ്ടതൊക്കെ കേട്ടോ. യെസ് വെരി ഗുഡ്. റെഡ് കൂടെ മാളു അബ്ബ ഇപ്പച്ചി വരുന്നുണ്ട്. മാളു സോടി ചാൻസ് പിടിച്ച് ഞെട്ടിക്കോ. എന്നാ ഓടിക്കേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ പ്രോഗ്രാംസിന് കുറേ ആളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ ഗെയിംസ് കളിക്കുന്ന കണ്ടിട്ട് മാളൂട്ടിയും പോയി ജോയിൻ ചെയ്തു. ബോൾ പാസിംഗ് ആയിരുന്നു കേട്ടോ അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ 4 വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഗെയിംസ് വരുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാം കേട്ടോ. ആൻഡ് ദിസ് ഈസ് ഫോർ യു. താങ്ക്യൂ. മ്യൂസിക് പ്ലീസ്. അങ്ങനെ എന്തായാലും മാളൂട്ടി ഫൈനൽ 4 വരെ എത്തി. ചോക്ലേറ്റ് ഒക്കെ വാങ്ങി ഹാപ്പി ആയിട്ട് പോന്നു കേട്ടോ. ഈ മോക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നത്. ഈവനിങ് ആകുമ്പോഴൊക്കെ അവിടെ ക്രൗഡ് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെയും മാളൂട്ടി കുറച്ചു നേരം പാർക്കിൽ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ പോയി. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും മാളൂട്ടീനെ പാർക്കിൽ തന്നെ വിടാമെന്ന് കരുതിയിട്ട് അവൾ പോയിട്ട് പാർക്കിൽ അഡ്വഞ്ചറായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോയി. അപ്പോഴേക്കും അവിടെ സ്വിമ്മിംഗ് കോച്ചിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാളൂട്ടി ആണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പോകണം എന്നുള്ള മെയിൻ പ്ലാനിലാണ് ഇന്ന് പാർക്കിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ട്യൂബും സ്വിമ്മിംഗ് ഔട്ട്ഫിറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാളൂട്ടി അവിടെ ആഴമൊന്നും ഇല്ലാത്ത ചെറിയ കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്താണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. ഉപ്പച്ചി അവിടെ നല്ല ആഴമുള്ള സ്ഥലത്ത് നീന്തുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുബിക്കായും കൂടെ ഇറങ്ങി മാളൂട്ടീനെ നീന്താൻ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞേ. പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ട് 2 വാട്ടർ സ്ലൈഡും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കാണുമ്പോൾ ചെറിയൊരു വാട്ടർ തീം പാർക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ മാളൂട്ടി സ്ലൈഡ് ചെയ്ത് വരാൻ വെള്ളത്തിലേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ താഴെ വരുന്ന സമയത്ത് അവിടെ വെള്ളം കുറച്ച് അധികം ഉണ്ട്. അങ്ങനെ ആൾ സ്ലൈഡ് ചെയ്ത് വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഹാപ്പിയായി. അങ്ങനെ പിന്നെ മുബിക്കാക്കി ഉപ്പച്ചിയും കൂടെ സ്ലൈഡിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് വലിയ ആൾക്കാർക്ക് പറ്റിയതല്ലായിരുന്നു കേട്ടോ. കാരണം അത്ര വെയിറ്റ് ഉള്ളവരെ അതിൽ പറ്റില്ല തോന്നുന്നു. കുറച്ചും കൂടി ചെറിയ കുട്ടികൾക്കുള്ളതാണ് ആ സ്ലൈഡ്സൊക്കെ. അങ്ങനെ പിന്നെ അവർ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുറച്ച് നേരം കളിച്ചു. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പാർക്കിൽ കുട്ടികൾ കളിക്കുന്ന ഏരിയാസ് ആണെങ്കിലും നമ്മൾ ജിമ്മ് പോലെ വർക്കൗട്ട് ചെയ്യുന്നത്, അതുപോലെ സൈക്കിൾ ഓടിക്കുന്നത്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും സ്വിമ്മിംഗ് പൂള് ഒക്കെ വരുന്നത് കവേർഡ് ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഏത് ക്ലൈമറ്റ് ആണെങ്കിലും നമുക്കിവിടെ വരാം, എൻജോയ് ചെയ്യാം. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് മഴ പെയ്തിട്ട് നമുക്ക് പാർക്കിൽ വന്നത് വെറുതെ ആയി പോയല്ലോ എന്ന് തോന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പച്ചീനെ പിന്നെയും കാണാണ്ടായി. നോക്കുമ്പോൾ പിന്നെയും പാട്ട് പാടാൻ പോയിട്ട് അപ്പോഴേക്കും മാളൂട്ടി അവിടെ ടോം ആൻഡ് ജെറീനെ കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ടോ. മോബിക്കാക്കി അങ്ങനെ ടോം ആൻഡ് ജെറീൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഷാനു ടയേർഡായി എന്നാ പറഞ്ഞു. എന്താ ഷാനു? ഹലോ ബാ ഇങ്ങോട്ട് വാ, പോവാ. ബാ 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 ഇവിടെ എന്നിട്ട് നോക്കിയാൽ മതി. ബാ നമുക്ക് തിരിക്കാം. പെണ്ണ് വരുന്നില്ല ഗൈസ്.
പോണ്ട് മാളൂട്ടിട്ടോ. ഉപ്പച്ചിന്റെ കൈയും പിടിച്ച് ഇതാ. എങ്ങോട്ടാണിത്? അതിലൊന്നും കളിക്കാൻ കഴിയില്ല. മുടിയൊന്നും കെട്ടിയിട്ടില്ല. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട്. അഡ്വഞ്ചർ മാളു കേറ്. ഇതിനും വലിയ കഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ കയറിയതാണ് ഞാൻ. മാളു അബ്ബ വീഴോ? അയ്യോ മാളു രക്ഷിക്ക്. സുഭാഷേ രാത്രി വ്യൂ കണ്ടില്ലേ ഗൈസ്? അടിപൊളിയാട്ടോ. റോപ്പ് പോകണം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടെ റിംഗ് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് വരാമെന്ന് കരുതി. മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കണ്ടിട്ട്. മാളൂട്ടി അത് കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊരു കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു അവർ. എന്ന് വെച്ചാൽ മദേഴ്സ് ഡേ പ്രമാണിച്ച് അവർ തരുന്നൊരു ഓഫറാണ്. ഫ്രീ എൻട്രി ആണ് ഒരമ്മയ്ക്ക്. പിന്നെ കൂടെ വരുന്ന ആൾക്കും എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ സമയത്ത് പോകുന്നവർക്കാണ് ഈ ഒരു കൂപ്പൺ കിട്ടുക. എന്നിട്ട് ഒരു 3 മാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും പിന്നെ നമുക്ക് ഇതുകൊണ്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു വരുന്ന സമയത്ത് ഉപ്പച്ചീനെ ബസ് കയറാൻ വേണ്ടിയിട്ട് അവിടെ ആക്കി കൊടുക്കണം. ഉപ്പച്ചീന്ന് തിരിച്ച് വയനാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവ ഞങ്ങൾ ഉപ്പച്ചീനെ ആക്കിയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്.